ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു നമ്മുടെ മാർക്കറ്റ് ഒരു വൃത്തികെട്ട രീതിയിലേക്കാണ് നിഫ്റ്റി പോയെന്നൊക്കെ പലരും പറഞ്ഞു. ഇന്ന് സി പീരീഡിൽ ആർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കാര്യം ഓർത്തുകൊള്ളുക, ഇന്ന് മാർക്കറ്റ് സി പീരീഡിലാണ്. അതായത് 10:15 സമയത്താണ് നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടിയത്. യൂഷ്വലി ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ ആരും എന്റെ മെന്ററിംഗിലുള്ളതും ഞങ്ങൾ ആരും ഈ 10:15 സമയത്ത് ട്രേഡ് എടുക്കാറില്ല. ഇന്ന് എസ്പെഷ്യലി ഒരു കാര്യം, ഞാനിന്ന് മോർണിംഗിൽ 10:15 10:20 ആയ സമയത്ത് ഞങ്ങളുടെ മെന്ററിംഗ് ബാച്ചിലെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സി പീരീഡിൽ മാർക്കറ്റ് റിവേഴ്സൽ തരാൻ പോവുകയാണെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സിയിൽ 10:15 10:45 സമയത്ത് സി പീരീഡ് എന്ന് പറഞ്ഞാൽ ദോക്ക പീരീഡ് ആണ്. ഈ സി പീരീഡിൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് അത് നിങ്ങൾക്ക് കൃത്യം, കാരണം മാർക്കറ്റ് സിയിൽ എപ്പോഴും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ആരൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെന്ന് പറഞ്ഞതിനുള്ള ആൻസർ ആണ് ഈ പറഞ്ഞത്. സോ നിങ്ങളൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്ത് പോകുന്നു. ഞാൻ സി പീരീഡ് നമ്മൾ സ്വാഭാവികമായും ട്രേഡ് എടുക്കാൻ പറ്റില്ല, തിരിച്ച് കയറി ബുള്ളിഷ് റെഫറൻസ് പീക്ക് കട്ട് ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടി. ബസ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെങ്കിൽ ഇവിടെ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയ ദിവസമായിരുന്നു. എക്സ്പയറി ഡേ ആയതുകൊണ്ട് പിന്നെ നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 131 പോയിന്റുള്ള അപ്പയാണ് ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ബെയറിഷ് റെഫറൻസ് 9:15 തന്നെ പൊട്ടി. ആ ട്രേഡ് നമുക്ക് കിട്ടിയില്ലായിരുന്നു. ആ ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് തിരിച്ച് കയറി ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് വന്നു. മിഡ് ക്യാപ്പിൽ നിങ്ങൾക്ക് അടിപൊളി ട്രേഡ് കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി. നോക്ക്, നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് എന്ത് ട്രേഡ് നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് വേണം? ബുള്ളിഷ് റെഫറൻസും കട്ട് ചെയ്ത് ആശാൻ ബെയറിഷ് റെഫറൻസ് പോയോ? ഇല്ല. സി പീരീഡിലാണ് ആശാൻ സി പീരീഡിൽ ആശാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ സിയിൽ നമ്മൾ ട്രേഡ് എടുക്കൂല. സ്വാഭാവികമായിട്ട് ആ ട്രേഡ് നമുക്ക് ആക്റ്റീവ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഈവൻ ആക്റ്റീവ് ട്രേഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ കൂടെ കിട്ടില്ല. ട്രേഡ് ചെയ്ത് ഇവിടെ കിട്ടിയില്ലേ? ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് കിഡിലോട്ട് ട്രേഡ് സെറ്റപ്പ് കൊണ്ട് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് കൃത്യമായി വെച്ചത്. സോ ഇന്ന് നല്ലൊരു രീതിയിൽ നല്ല ഞങ്ങളുടെ മെന്ററിങ്ങിന്റെ ബാച്ചിനും എനിക്കും എല്ലാം കിഡിലോട്ട് ട്രേഡ് കിട്ടിയ ദിവസമാണ്. അത് കൃത്യമായി ഓർത്തോളുക. നാളെ വൈകിട്ട് വീഡിയോ ഇല്ല, കാണില്ല. ഞാനൊരു ട്രാവലിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നാളെ വൈകിട്ടത്തേക്കുള്ള വീഡിയോ, അതായത് മറ്റന്നാളുള്ള വീഡിയോ കാണില്ല. സോ ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നാളെ എടുത്ത് നോക്കി ഒന്ന് ട്രേഡിങ്ങിന് ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഈ നാളെ മൂവ്മെന്റ്, ഇന്ന് വൈകിട്ട് നമ്മുടെ എക്സിറ്റ് പോൾ വരുന്നുണ്ട് ബീഹാറിന്റെ. ഈ എക്സിറ്റ് പോൾ വരുന്ന സമയത്ത് നാളെ മാർക്കറ്റ് വേണമെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യാം. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആയിട്ടോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഓപ്പൺ ചെയ്യാം. ആ മൂവ്മെന്റിലെല്ലാം കലങ്ങി തിരിഞ്ഞ് വന്ന് പിറ്റേ ദിവസം മാർക്കറ്റ് വ്യാഴാഴ്ചയാണ്, അന്ന് വേറെ ന്യൂസുകൾ അങ്ങനെയൊന്നുമില്ല. നവംബർ 14 വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. ഈ ഒരു 3 ദിവസം നല്ല കിഡിലെ വോളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. ദേവി ഇത് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് ചെയ്ത് പണി വാങ്ങിച്ച് പോയി കെട്ടായിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടൊരു ട്രേഡ് എടുക്കാം. അപ്പം മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. നല്ലൊരു ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. അത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. അത് ഫെയിലിയർ ആയിട്ട് താഴേക്ക് ഇറങ്ങി ന്യൂട്രൽ സ്റ്റീം അപ്പായിട്ട് വന്ന ദിവസമായിരുന്നു. 13,525 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിന്റെ പി ഒ സി വന്നിരിക്കുന്ന 13,525 ഭാഗത്താണ് പി ഒ സിക്ക് മുകളിലോട്ട് മെർജ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ആര് കൊടുത്തിട്ടില്ല? മാർക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ മിഡ് ക്യാപ്പിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എത്രയാണ്? 13,520. ഇന്നലത്തെ പി ഒ സി ഓൾമോസ്റ്റ് കറക്റ്റ് ആണേ. 13,525 മിഡ് ക്യാപ്പിന്റെ പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു, 13,525. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ഒക്കെ മാറ്റമുണ്ട്, കാരണം ഈ പഴയ ഹൈ എല്ലാം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. കണ്ടല്ലോ, പഴയ വന്ന ഹൈകളെല്ലാം ആശാൻ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എനിക്ക് ബൈ എന്ന് പറഞ്ഞാൽ 13,700 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ്? 13,700 മുകളിൽ മാത്രമേ ഒരു ബൈ 13,700 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം അത് ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? 13,000. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവൽസ് ആണ്. 13,741 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ R1 എന്ന് പറയുമ്പോൾ 13,741 ഭാഗത്തേക്ക്, 13,741 ഭാഗത്തേക്ക്, 13,741 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,792 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ
835ന്റെ ഭാഗത്തേക്ക്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവൽസ് ആണ്. ഇതായിരിക്കും ബാങ്കിന് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള മുകളിലത്തെ ലെവൽ. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. POC വളരെ താഴെയാണ്. സോ നാളെ ഈ 13,600 താഴെ നിൽക്കുകയാണെങ്കിൽ 600 ഭാഗത്തൊക്കെ ഈ റേഞ്ച് 670 660 ഭാഗത്തൊക്കെ തന്നെ മാർക്കറ്റ് കൺസിഡർ നിൽക്കുകയാണെങ്കിൽ ഈ POCയിലേക്ക് ഒരു മീൻ റിവേഴ്സൽ റെഡ് പോസിബിൾ ആണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 13,490 താഴെ മാത്രമേ സെല്ലിംഗ് എടുക്കൂ. എത്രയാണ്? 13,490ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിംഗ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,455ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 13,455ന്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,400ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 13,300. എത്രയാണ്? 13,400 13,400 13,400ന്റെ ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,355ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 13,355ന്റെ ഭാഗത്തേക്കും വരാം. ഇതാണ് ഈ ഒരു POC. ക്ലിയർ ആണെന്നുള്ള 355 50ന്റെ ഭാഗത്ത് 50ന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 13,490 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് ആ സെല്ലിങ് നിങ്ങൾക്ക് 13,455 400 350ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഓപ്പൺ ഡ്രൈവ് ഓപ്പണിംഗ് ആയിരുന്നു. താഴേക്ക് ഓപ്പൺ ഗ്യാപ്പ് വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അത് നോർമൽ രീതിയിൽ നിന്ന് ന്യൂട്രൽ സ്ട്രീം അപ്പാണ് ബാങ്ക് നിഫ്റ്റി. മിഡ് ക്യാപ്പ് ന്യൂട്രൽ സ്ട്രീം അപ്പാണ്. ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്ട്രീം അപ്പാണ്. POC വന്നേക്കുന്നത് 57,760ന്റെ ഭാഗത്താണ് POC. ഞാൻ ആ POC തട്ടി ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. 57,860ന്റെ ഭാഗത്തേക്കാണ് POC. എത്രയാണ്? 57,760. സോറി, എത്രയാണ്? 57,760ന്റെ ഭാഗത്തേക്ക് POC. 57,760യുടെ ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ആദ്യം നമുക്ക് സെല്ലിങ്ങിന്റെ ആ ഒരു ലെവലൊക്കെ നോക്കിയിട്ട് ബാക്കി എടുക്കാം. അപ്പം ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 57,580 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് ഇന്നത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ 57,580 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 57,457ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 57,300. എത്രയാണ്? 57,300ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് നമ്മൾ 57,155 57,155യുടെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 57,580 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ബുള്ളിഷ് റഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 58,175 58,175 മുകളിലാണ് ബൈ ഉള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് 310, സെക്കൻഡ് ടാർഗറ്റ് 435, തേർഡ് ടാർഗറ്റ് 590. ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസിന് ഒരു മാറ്റവും ഇല്ല. ഈ റഫറൻസ് ലെവൽ തന്നെയാണ് നാളത്തേക്കും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 58,100 താഴെ 52 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മീൻ റിവേഴ്സൺ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അല്ല, ഒരു ഓപ്പൺ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ നിഫ്റ്റിക്ക് പറയാം. ഓപ്പൺ ഡ്രൈവോട് താഴേക്ക് വന്ന് നിഫ്റ്റിയും ന്യൂട്രൽ സ്റ്റീം അപ്പം മിഡ് ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റി ഇതെല്ലാം ന്യൂട്രൽ സ്റ്റീം അപ്പാണ്. POCകളൊന്നും മുകളിലോട്ട് മാറിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് അടിക്കുകയാണെങ്കിൽ ഈ 3 ലെവലിന്റെ ഇൻഡെക്സിന്റെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ POC നിൽക്കുന്ന 25,499ന്റെ ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് POC മാർക്ക് ചെയ്യാം. 25,499ന്റെ ഭാഗത്തേക്ക് POC വന്നു. അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 25,725 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. 25,725 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ ഉള്ളൂ. എത്രയാണ്? 25,725 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ ബൈ ഇപ്പൊ എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 25,770. എത്രയാണ്? 25,770. 25,770യുടെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് സെക്കൻഡ് ടാർഗറ്റ് അടുത്തത് 25,839. എത്രയാണ്? 25,834 25,839ന്റെ ഭാഗത്തേക്ക് വരാനും 39ന്റെ ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എത്രയാണ്? 25,894. എത്രയാണ്? 25,894 25,894ന്റെ ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 25,725ന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഈ റാലി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 25,770 839 894ന്റെ ഭാഗത്തേക്ക് വരാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ 25,450ക്ക് താഴെ 25,450 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും.
ഫസ്റ്റ് ടാർഗറ്റ് 400, 25,400 എന്ന റൗണ്ട് നമ്പർ ഫിഗറിലേക്ക് വരാം. 25,400 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 400 താഴെ 351, 25,351, 25,351 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,298, ഇത്രയാണ് 25,298 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോ പൊട്ടുകയാണെങ്കിൽ വന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിങ്ങിനുള്ള ചാൻസ് നിഫ്റ്റിക്കായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും മിഡ് ക്യാപ്പിലായാലും ചാൻസ് ഉള്ളൂ. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തേക്കുക, ഇപ്പം ഇന്നത്തെ ഹൈ സ്ട്രക്ചറിനകത്ത് തന്നെയാണ് നമ്മളെ മാർക്കറ്റ് നാളത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ട്രേഡ് സെറ്റപ്പ് ആൻഡ് മീൻ റിവേർഷൻ ഞങ്ങൾ മെന്ററിംഗ് ബാച്ചിലെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. കൂടുതൽ അറിയാൻ ഈ തമ്പനയിൽ കാണിച്ച നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഇന്ന് എക്സിറ്റ് പോളാണ്, നാളെ അതിൻ്റെ എഫക്റ്റ് കാണും, മറ്റന്നാൾ അതിൻ്റെ എഫക്റ്റ് കാണും, വെള്ളിയാഴ്ച ഇലക്ഷൻ റിസൾട്ടാണ്. എല്ലാം കൂടെ വോൾട്ടൈൽ മൂവ്മെന്റ് ആയിരിക്കും. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നാളത്തേക്കുള്ള വീഡിയോ, അതായത് മറ്റേ തേഴ്സ്ഡേക്കുള്ള വീഡിയോ കാണില്ല, കാരണം ഞാൻ നാളെ രാത്രി സോ ടേക്ക് കെയർ.